ഇന്ന് നമുക്ക് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കുരുമുളക് ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. ബീഫൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് പൊടികളൊന്നും കൂടി ചൂടാക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ നമ്മുടെ മീറ്റ് മസാല എല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ ബീഫിലേക്ക് മസാലയൊക്കെ നല്ലോണം പുരട്ടി ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് തിരുമ്മി അങ്ങോട്ട് അരമണിക്കൂർ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക് എല്ലാം അരിഞ്ഞ് പെറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, ഗ്രാമ്പു, പട്ട, ഇലക്കിട്ടു. സവാള, ചെറിയുള്ളിയും പച്ചമുളകും കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴണ സമയം കൊണ്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് പിന്നെ തക്കാളിയും കൂടെ ചേർത്ത് ആ തക്കാളി വെന്തുടയുന്ന സമയത്ത് നമ്മുടെ ബീഫില്ലേ, വെന്തിരിക്കുന്ന ബീഫും കൂടെ അങ്ങോട്ട് ചേർത്ത് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ച് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കുറുകി പെരണ്ട് വരണ സമയത്ത് നമുക്ക് കുറച്ചധികം കൂടെ കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല കൂടിയും കൂടെ തൂവി കൊടുത്തിട്ട് ദാ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഫുഡ് വിളമ്പാൻ വേണ്ടിയിട്ട് നോക്കാം. നല്ല ചൂട് ചോറുണ്ട്, നമ്മുടെ മുരിങ്ങയില തോരണ്ട്, ഉപ്പിലിട്ട മാങ്ങ ഉണ്ട്, പിന്നെ നമ്മുടെ ബീഫ് ഫ്രൈയും കൂടെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാൻ. നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.